നമസ്കാരം. ചൈനയുടെ വൻ ചതി പുറത്തായിരിക്കുകയാണ്. ചൈനയിലെ കടുത്ത മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഈ അടുത്ത് പുറത്തിറക്കിയ ലോകത്തെ മനുഷ്യാവകാശങ്ങളുടെ അവസ്ഥ ഏപ്രിൽ 2024 എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ടിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ ചൈനയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ ശക്തമായിട്ട് ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഈ റിപ്പോർട്ട് 2023 155 രാജ്യങ്ങളിലെ മനുഷ്യാവകാശ ആശങ്കകളാണ് രേഖപ്പെടുത്തുന്നത്. ആഗോള പ്രാദേശിക തലങ്ങളിലെ പ്രശ്നങ്ങളെ ബന്ധിപ്പിക്കുകയും ഭാവിയിലേക്കുള്ള പ്രത്യാഘാതങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് ഈ റിപ്പോർട്ട്. ചൈനയിലെ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം, കൂട്ടായ്മ, സമ്മേളനം എന്നിവയുൾപ്പെടെയുള്ള അവകാശങ്ങൾ വിനിയോഗിക്കുന്നത് തടയാൻ ദേശീയ സുരക്ഷ ഒരു മാസ്ക് ആയിട്ട് ഭരണകൂടം ഉപയോഗിക്കുന്നതായിട്ട് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. പല വിഷയങ്ങളുടെയും ഓൺലൈൻ ഓഫ്ലൈൻ ചർച്ചകൾ കർശനമായ സെൻസർഷിപ്പിന് വിധേയമായിരുന്നു. ഏകപക്ഷീയമായ തടങ്കലിനും അന്യായമായ വിചാരണകൾക്കും വിധേയരായവരിൽ മനുഷ്യാവകാശ സംരക്ഷകർ ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ടിബറ്റന്മാർ ഉൾപ്പെടെയുള്ള വംശീയ വിഭാഗങ്ങളുടെ ഭാഷയും സംസ്കാരവും നശിപ്പിക്കുന്നതിന് സർക്കാർ നയങ്ങളും പരിപാടികളും സംഭാവന ചെയ്യുന്നതായിട്ടും UN വിദഗ്ധർ പുതിയ ആശങ്കകളും ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്നവർ പീഡനത്തിനും ഭീഷണിക്കും സ്വേച്ഛാപരമായ തടങ്കലിനും അന്യായമായ വിചാരണകൾക്കുമാണ് വിധേയമാകുന്നത്. സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് അധികാരികൾ വ്യാപകമായ നിരോധനം ഏർപ്പെടുത്തുകയും ജനാധിപത്യ അനുകൂല പ്രവർത്തകരെയും പത്രപ്രവർത്തകരെയും മനുഷ്യാവകാശ സംരക്ഷകരെയും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചുമത്തി ജയിലിലടയ്ക്കുകയും ചെയ്തതോടെയാണ് ഹോങ്കോങ്ങിലെ ജനപങ്കാളിത്തം അല്ലെങ്കിൽ പൗരന്മാരുടെ ഒരു ഇടപെടൽ തകർന്നു പോകുന്നത്. ചില നിർദ്ദിഷ്ട പുനരവലോകനങ്ങളുടെ നിർവചനത്തിന്റെയോ വ്യാപ്തിയുടെയോ അഭാവം അധികാരികൾക്ക് സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുവാനുള്ള അമിതമായ കഴിവ് നൽകുമെന്ന് ചൈനീസ് നിയമവിദഗ്ധർ ആശങ്കയും ഉന്നയിക്കുന്നുണ്ട്. വിയോജിപ്പുകളെ തകർക്കാനും പൗര ഇടങ്ങളെ ഞെരുക്കാനുമുള്ള ശ്രമങ്ങൾക്കിടയിൽ സർക്കാർ മനുഷ്യാവകാശ സംരക്ഷകരെ ആസൂത്രിതമായി ലക്ഷ്യമിടുന്നത് തുടരുകയുമാണ്. അഭിഭാഷകർ, പണ്ഡിതർ, പത്രപ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, NGO പ്രവർത്തകർ എന്നിവരുൾപ്പെടെ അവകാശ ലംഘനങ്ങൾക്ക് ഇരയാവുകയാണ്. 2022 രാഷ്ട്രാധികാരത്തെ അട്ടിമറിച്ചതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഏപ്രിലിൽ യഥാക്രമം 14-12 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട നിയമ പണ്ഡിതൻ സു ഷിയോങ്, മനുഷ്യാവകാശ അഭിഭാഷകൻ ഡിങ് ജിയാസ്കി എന്നിവരുൾപ്പെടെ പ്രമുഖ ആക്ടിവിസ്റ്റുകൾക്ക് ദീർഘകാല തടവ് ശിക്ഷയാണ് ലഭിച്ചത്. ഇതൊക്കെ കെട്ടിച്ചമച്ച കേസുകളാണ് എന്നതാണ് ഒരു വിഭാഗം പറയുന്നത്. ഉയ്ഗൂർ, കസാഖ്, മറ്റു മുസ്ലിം വംശീയ ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കെതിരെയും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ആരും ഏറ്റെടുക്കുന്നുമില്ലതാനും. വിയോജിപ്പുകളെ തകർക്കുവാനും അടിസ്ഥാനപരമായ അവകാശങ്ങൾ സ്തംഭിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾക്കിടയിൽ ഗവൺമെന്റ് മനുഷ്യാവകാശ സംരക്ഷകരെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അത് തുടരുകയുമാണ്. അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും അവകാശങ്ങൾ, നിർബന്ധിത തിരോധാനം, പീഡനം, മറ്റുള്ളവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൈനയിൽ തകൃതിയായി നടക്കുകയാണ്. ടിബറ്റുകാരുടെ അവകാശങ്ങളോടുള്ള വിവേചനത്തിന്റെയും നിയന്ത്രണങ്ങളുടെയും വ്യാപ്തി അവരുടെ സാംസ്കാരിക സ്വത്വത്തെയും ഭാഷയെയും വരെ ഇല്ലാതാക്കുന്നുണ്ട്. അതിനിടയിൽ തുരങ്കം വെക്കുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് ഗ്രാമീണ ടിബറ്റന്മാരെ അവരുടെ വീടുകളിൽ നിന്നും പരമ്പരാഗത ഉപജീവന മാർഗങ്ങളിൽ നിന്നും നീക്കം ചെയ്യുകയും കുറഞ്ഞ നൈപുണ്യമുള്ളതും കുറഞ്ഞ വേതനം ലഭിക്കുന്നതുമായ നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ടിബറ്റൻ ന്യൂനപക്ഷ ഭാഷകൾ, സാംസ്കാരിക ആചാരങ്ങൾ, മതം എന്നിവയൊക്കെ ഈ പ്രവൃത്തി പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങൾക്കായുള്ള UN കമ്മിറ്റി സുരക്ഷിതമല്ലാത്ത തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ചും ജോലിസ്ഥലത്തെ വ്യാപകമായ പീഡനങ്ങളെക്കുറിച്ചും ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം ഉൾപ്പെടെ പ്രസക്തമായ നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും ലംഘനങ്ങളുടെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ മതിയായ തൊഴിൽ പരിശോധനാ സംവിധാനങ്ങളും ചൈനയിൽ ഇല്ല എന്നും പറയുന്നു, പ്രത്യേകിച്ച് അനൗപചാരിക മേഖലയിലെ തൊഴിലാളികൾക്ക്. അതുകൊണ്ട് തന്നെ സാമൂഹിക സുരക്ഷാ കവറേജുകളുടെ അപര്യാപ്തതയെക്കുറിച്ചും UN ആശങ്ക ഉയർത്തുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനിൽ എന്ന പോലെ തന്നെ ചൈനയിൽ നിന്നും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഉയ്ഗൂർ മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെയും ഒക്കെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങളെ ഇകഴ്ത്തുന്ന, അതിനെ അടിച്ചമർത്തുന്ന രീതികൾ തന്നെയാണ് ചൈനയിലും തുടരുന്നത് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്.